അപ്പോൾ മക്കൾക്ക് ലഞ്ച് ബോക്സിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ചോറും കറിയും ഒക്കെ വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ പണികളൊക്കെ ഇനി കിടക്കുന്നുണ്ട്. ബാക്കി അലക്കും മടിയും തോടയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ ഒരു ട്രിപ്പ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചത് ഇതാ എല്ലാം എടുത്ത് ഓരോരോ സ്ഥാനങ്ങളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത ട്രിപ്പ് കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ട് കഴുകാനായിട്ട്. അപ്പോൾ ഞാൻ മക്കളൊക്കെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം കേട്ടോ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു കറിപ്പാത്രവും നമ്മൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വേഗം വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ വീട്ടിൽ നിന്ന് ഉമ്മച്ചി മീനൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ വാപ്പിച്ച് മുട്ട കൊണ്ടുവന്നെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതാ മീൻ നന്നാക്കി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പലിഞ്ഞീനും കൂടി ഉണ്ടായിരുന്നിട്ട് അതിൽ മീനിൻ്റെ മുട്ടയും കൂടി ഉണ്ടായി. അപ്പോൾ ഞാൻ കുറച്ച് വറുക്കാൻ അതേപോലെ കറി വെക്കാനൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പയർ ഞാൻ ഒടിച്ച് വെച്ചതുണ്ടായിരുന്നു അച്ചിങ്ങ. അപ്പോൾ അതും എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോറൊന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മീൻ കറി വെക്കാനായിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതേപോലെ നമ്മൾ ചെറിയുള്ളി സവാള ഇഞ്ചി പച്ചമുളകൊക്കെ കൂടിയിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. അതവിടെ വാടി വരുമ്പോഴേക്കും ഇപ്പുറത്ത് ഞാൻ പയറുപ്പേരിക്ക് ഉള്ളതും കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് വാട്ടി നമ്മുടെ പയറും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അടച്ച് മൂടി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ മീൻ കറിക്കുള്ള സവാളയും ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ ഇതാ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വാളംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാളംപുളി ഇട്ടിട്ടാണ് കറിയൊക്കെ വെക്കുന്നത്. അപ്പം ഇനി അത് അടച്ച് മൂടി അവിടെ വേവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പയറുപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ ഉപ്പ് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒക്കെ കൂടെ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ മീനും അതേപോലെ ഒരു പലിഞ്ഞീനും ഒക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കൈയോടുകൂടി തന്നെ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയായി. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ മീനിൻ്റെ മുട്ടയും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ചൊക്കെ റെഡിയായി. ചോറ് മീൻ കറി തലേന്നത്തെ അവിയലാണ് ഇട്ടത്. പിന്നെ മീൻ ഫ്രൈ ഉപ്പേരി. ഇനി വേഗം ഒന്ന് കുളിച്ചിട്ട് വരട്ടെ കേട്ടോ.